നമസ്കാരം. കൊടും ഭീകരനും ലഷ്കർ-ഇ തൊയ്ബ സഹസ്ഥാപകനുമായ അമീർ ഹംസ ലാഹോറിലെ ന്യൂസ് 24 ഓഫീസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. നിമിഷങ്ങൾക്കകം ബൈക്കിലെത്തിയ രണ്ട് അക്രമികൾ അതീവ കൃത്യതയോടെ ഈ കൊടും ഭീകരന്റെ കാറിന് സമീപം നിർത്തുകയും പെട്ടെന്ന് വെടിയുതിർക്കുകയും ചെയ്തു. പട്ടാപകൽ അതിസാഹസികമായിട്ടായിരുന്നു അവർ ആക്രമണം നടത്തിയത്. ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ അധികം വൈകാതെ തന്നെ അജ്ഞാതരെത്തുമെന്ന കൃത്യമായ സന്ദേശം ഈ സംഭവത്തിൽ നിന്ന് ലഭിച്ചു. ഇതോടെ പാകിസ്ഥാനിലെ ഇന്ത്യ വിരുദ്ധ ഭീകരർ ഞെട്ടലിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പ്രതികാരം ചെയ്യുമെന്ന് ലഷ്കർ-ഇ തൊയ്ബ കമാൻഡർമാർ വീഡിയോ സന്ദേശങ്ങളിലൂടെ പ്രഖ്യാപനങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ലഷ്കർ-ഇ സഹസ്ഥാപകൻ അമീർ ഹംസയ്ക്ക് വെടിയേൽക്കുന്നത്. ദുരന്തർ 2 എന്ന ബോളിവുഡ് സിനിമയിലെ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഈ ആക്രമണം. TV പരിപാടി കഴിഞ്ഞ് ചാനൽ ഓഫീസിന് പുറത്തിറങ്ങിയ ഹംസയുടെ കാറിന് നേരെ ബൈക്കിലെത്തിയ രണ്ട് അജ്ഞാതർ തുരുതുര വെടിയുതിർത്തു. കൃത്യമായ പ്ലാനിങ്ങോടെത്തിയവർ വെടിയുതിർത്ത ശേഷം മിന്നൽ വേഗത്തിൽ അപ്രത്യക്ഷരായി. തോളിൽ വെടിയേറ്റ ഹംസ നിലവിൽ സൈനിക ആശുപത്രിയിൽ ISIയുടെ കനത്ത കാവലിൽ മരണത്തോട് പൊരുതുകയാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുള്ളിയായ ഹംസ വെറും ഒരു ഭീകരനല്ല. 2005 ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രം ഇയാളായിരുന്നു. 2005 ഈ ആക്രമണം ലഷ്കർ-ഇ തൊയ്ബയുടെ നേതാക്കൾക്കിടയിൽ ഒരു വലിയ പരാജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു കോൺഫറൻസിന് ശേഷം ക്യാമ്പസിൽ നിന്ന് മടങ്ങിയായിരുന്ന IIT ഡൽഹിയിലെ ഒരു പ്രൊഫസർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിരുന്നു ആ സംഭവം. ഈ പരാജയത്തിൽ ലഷ്കർ വളരെ അസ്വസ്ഥരായിരുന്നു. തുടർന്ന് പാകിസ്ഥാനിലെ അവരുടെ ഭീകര പരിശീലന കേന്ദ്രത്തിൽ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത ഒരു ഭീകരാക്രമണം എങ്ങനെയൊക്കെ പാളിപ്പോകാൻ പാടില്ല എന്നതിനെക്കുറിച്ച് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉപയോഗിച്ച് തന്നെ വിശദമായ ഒരു ചർച്ച തന്നെ നടന്നിരുന്നു. ലഷ്കർ-ഇ തൊയ്ബ ഈ വിഷയത്തെ പരാജയമായിട്ടാണ് കാണുന്നതെന്നും ഇതിനുശേഷം ഇത്തരമൊരു ചർച്ച നടത്തി എന്ന് വെളിപ്പെടുത്തിയത് മറ്റാരുമായിരുന്നില്ല. ആ ഭീകര കേന്ദ്രത്തിലെ പരിശീലനാർത്ഥികളിൽ ഒരാളായ അജ്മൽ കസബായിരുന്നു. ഇന്ത്യയിലുടനീളമുള്ള പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുക എന്നതായിരുന്നു അന്ന് ലഷ്കറിന്റെ പദ്ധതി. ആയുധമില്ലാത്ത ചുരുക്കം ചില സെക്യൂരിറ്റി ജീവനക്കാർ മാത്രം കാവലുള്ള എളുപ്പത്തിൽ ആക്രമിക്കാവുന്ന ഒരിടം എന്ന നിലയിലാണ് സൂക്ഷ്മമായ നിരീക്ഷണത്തിന് ശേഷം IISc തിരഞ്ഞെടുക്കപ്പെട്ടത്. ബൃന്ദാവൻ കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന വ്യാജേന തീവ്രവാദ ആശയങ്ങൾ തലയ്ക്ക് പിടിച്ച 2 യുവാക്കളെയാണ് നിരീക്ഷണത്തിനായി ലഷ്കർ നിയോഗിച്ചത്. എന്നാൽ അന്ന് ഹംസയാണ് ആക്രമണം നടത്തിയത്. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാൻ വിസമ്മതിച്ച ഒരു ഓട്ടോ ഡ്രൈവർ കാരണവും ബംഗളൂരുവിലെ ഗതാഗതക്കുരുക്ക് ടാറ്റ ഓഡിറ്റോറിയത്തിൽ എത്തുന്നതിന് 20 മിനിറ്റ് വൈകിപ്പിച്ചത് കാരണവും അയാൾക്ക് ഉദ്ദേശിച്ചത്ര വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ഹംസയുടെ കൈവശമുണ്ടായിരുന്ന അഫ്ഗാൻ നിർമ്മിത ഗ്രനേഡ് പൊട്ടാതിരുന്നതും അന്ന് തിരിച്ചടിയായി. 2012 ഹംസയെ അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത്. അഫ്ഗാൻ മുജാഹിദീൻ എന്നറിയപ്പെടുന്ന ഇയാൾക്ക് ലഷ്കർ മേധാവി ഹാഫിസ് സയ്യിദുമായി അടുത്ത ബന്ധമാണുള്ളത്. ലഷ്കറിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെയും പ്രസിദ്ധീകരണങ്ങളുടെയും അമരക്കാരനായിരുന്ന ഇയാൾ ഭീകരവാദ ആശയങ്ങൾ കുത്തിവെക്കുന്നതിൽ മിടുക്കനാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹംസയ്ക്ക് നേരെ നടക്കുന്ന 2ാമത്തെ വധശ്രമമാണിത്. ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരി, ഹാഫിസ് തൻഹ സയ്യിദ് തുടങ്ങിയ മുൻനിര നേതാക്കളെല്ലാം ഇപ്പോൾ ഭീതിയിലാണ്. അപകടം സംഭവിക്കുന്നുവെന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാക് മണ്ണിൽ ഭീകരർക്ക് ഇനി സുരക്ഷിത താവളങ്ങളില്ലെന്ന് ഈ ആക്രമണം തെളിയിക്കുന്നു. ലഷ്കർ, ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഓരോരുത്തരായി അജ്ഞാതരുടെ വെടിയുണ്ടകൾക്ക് ഇരയാകുന്നത് പാകിസ്ഥാൻ സർക്കാരിനെയും ISIയെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ മണ്ണിൽ ചോര വീഴ്ത്തിയവർക്ക് ഇനി സമാധാനമായി ഉറങ്ങാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ലാഹോറിലെ തെരുവുകളിൽ നിന്നും ഉയരുന്നത്. തോക്കുധാരികൾ അജ്ഞാതരാണെങ്കിലും അവരുടെ ലക്ഷ്യം കൃത്യമാണെന്നതാണ് പാകിസ്ഥാനെ കുഴയ്ക്കുന്നത്.